എറണാകുളം മുളന്തുരുത്തിയിൽ വീടിന് തീപിടിച്ച ഒരു മരണം. മുളന്തുരുത്തിയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന ഓട്ടോ ഡ്രൈവർ അനിലാണ് മരിച്ചത്. ഗ്യാസ് സിലിണ്ടറിൽ നിന്നുണ്ടായ ലീക്കാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിവരം. സംഭവ സമയത്ത് താഴത്തെ നിലയിൽ താമസിച്ചിരുന്ന കുടുംബം വീട്ടിലില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനാവില്ലെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കിയതായി KV തോമസ്. ബാങ്കുകൾക്ക് സ്വന്തം നിലയിൽ തീരുമാനമെടുക്കാമെന്നാണ് അറിയിച്ചതെന്നും KV തോമസ് പറഞ്ഞു. റിസർവ് ബാങ്ക് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു KV തോമസിന്റെ പ്രതികരണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേസെടുക്കാനാവില്ലെന്ന നിലപാട് തിരുത്തി സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാരിന്റെ സത്യവാങ്മൂലം. കേസെടുക്കാൻ നിർദ്ദേശിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരായ അപ്പീലിലാണ് സർക്കാരിന്റെ സത്യവാങ്മൂലം. ഹൈക്കോടതി ഉത്തരവിൽ പിഴവുണ്ടെന്ന സജിമോൻ പാറയിലിന്റെ വാദം തെറ്റെന്നും സർക്കാർ വ്യക്തമാക്കി. ഇരകൾക്ക് വേണ്ടി ക്രിമിനൽ നടപടി സ്വീകരിക്കേണ്ടത് സർക്കാരിന്റെ ചുമതലയാണ്. ഗുരുതര കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച് പ്രഥമ ദൃഷ്ട്യാ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴികളുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. കോടതി നിർദ്ദേശിച്ചാൽ കേസെടുക്കാമെന്നായിരുന്നു സർക്കാർ ഹൈക്കോടതിയിലെടുത്ത നിലപാട്. ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. ബംഗാളി നടിയുടെ പരാതിയിലാണ് എറണാകുളം ACJM കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. സിനിമയിൽ അഭിനയിക്കാനെത്തിയ നടിയെ കടന്നുപിടിച്ചുവെന്നാണ് പരാതി. രഞ്ജിത്തിനെതിരെ ചുമത്തിയത് സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ. കേസിൽ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു. വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്ത സമീപനമെന്ന് മന്ത്രി K. രാജൻ. ത്രിപുരയിലും സിക്കിമിലും അഡ്രയ്ക്കും പണം ലഭിച്ചു. ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ഒരു രക്ഷകർത്താവിന്റെ സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കണമെന്നാണ് കോടതി പറഞ്ഞത്. ഇനിയും കാത്തിരിക്കാനാവില്ലെന്നും ഒരു ഘട്ടത്തിലും കേന്ദ്ര സഹായം ലഭിച്ചില്ലെന്നും K. രാജൻ. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്ക് മറുപടിയുമായി PV അൻവർ MLA. ആരാണ് കള്ളക്കടത്ത് സംഘമെന്ന് P. ശശി വ്യക്തമാക്കണമെന്നും തനിക്ക് കള്ളക്കടത്തുകാരുടെ ബന്ധമുണ്ടെന്ന് തെളിയിക്കണമെന്ന് PV അൻവർ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് കൊള്ളസംഘമായി പ്രവർത്തിക്കുന്നതെന്നും അൻവർ ആരോപിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീഷിനെതിരെ ഒളിയമ്പുമായി K. മുരളീധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഞാൻ എന്ന ഭാവം ചൂണ്ടിക്കാട്ടി സിനിമാ ഗാനവും വരികളും പങ്കുവച്ചാണ് പരോക്ഷ വിമർശനം. VD സതീഷിന്റെ നേതൃത്വത്തിൽ സന്ദീപ് വാര്യരെ കോൺഗ്രസിലെത്തിച്ചതിന് പിന്നാലെയാണ് പോസ്റ്റിട്ടത്. തൃശൂരിലെ തോൽവിക്ക് പിന്നാലെ കോൺഗ്രസ് നേതൃത്വവുമായി അകൽച്ചയിലാണ് K. മുരളീധരൻ. പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തിയിരുന്നെങ്കിലും മുരളീധരൻ അതൃപ്തി പരസ്യമാക്കിയിരുന്നു. PSRA എന്ന US കമ്പനി കേരളത്തിൽ ഉൾപ്പെടെ നടത്തിയ അനധികൃത സർവേ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി. ആഭ്യന്തര വിദേശ മന്ത്രാലയങ്ങൾ അന്വേഷിക്കണമെന്ന് ഉത്തരവ്. സംശയാസ്പദമായ ചോദ്യങ്ങളുമായി വിദേശ കമ്പനിയുടെ സർവേ നടത്തിയത് അത്ഭുതപ്പെടുത്തുന്നുവെന്നും കോടതി. ഇത്തരത്തിലുള്ള സർവേകൾ അനുവദിച്ചാൽ അത് രാജ്യത്തിന്റെ സുരക്ഷയെയും മതങ്ങൾ തമ്മിലുള്ള ഐക്യത്തെയും ബാധിക്കുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. സിനിമ ബിഗ് ബോസ് താരം പരീക്കുട്ടി MDMAയുമായി പിടിയിൽ. എറണാകുളം കുന്നത്തുനാട് വെങ്ങോല സ്വദേശി പരീക്കുട്ടി എന്നറിയപ്പെടുന്ന ഫരീദുദ്ദീനാണ് അറസ്റ്റിലായത്. ഇയാളുടെ സുഹൃത്ത് കോഴിക്കോട് വടകര കാവിലുംപാറ ജിസ്മോനും പിടിയിൽ. ഇവരുടെ പക്കൽ നിന്ന് 10 MDMAയും 9 ഗ്രാം കഞ്ചാവും പിടികൂടി. ശബരിമല റോപ്പ് വേ നിർമ്മാണ പ്രതിസന്ധി നീങ്ങുന്നു. പദ്ധതിക്കായി ഏറ്റെടുക്കുന്ന വനഭൂമിക്ക് പകരം റവന്യൂ വകുപ്പ് ഭൂമി വിട്ടു നൽകും. വനംവകുപ്പിന്റെ എതിർപ്പുൾപ്പെടെ പരിഹരിച്ചാണ് വനഭൂമി ഏറ്റെടുക്കുന്നത്. കൊല്ലം പുനലൂർ താലൂക്കിലെ റവന്യൂ ഭൂമിയാണ് ഏറ്റെടുക്കുന്ന ഭൂമിക്ക് പകരമായി വനം വകുപ്പിന് കൈമാറുന്നത്. ഭൂമി നൽകുന്നതിനുള്ള ഉത്തരവും സർക്കാർ പുറത്തിറക്കി. എറണാകുളം പെരുമ്പാവൂർ MC റോഡിൽ വാഹനാപകടം. കാറും ലോറിയും കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്കേറ്റു. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് നിഗമനം. പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സയിൽ. ശബരിമലയിൽ ഇന്നും നാളെയും മഴ മുന്നറിയിപ്പ്. സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യത. ഇന്ന് തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കോഴിക്കോട് ജില്ലയ്ക്ക് അകത്തും പുറത്തുമായി ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണങ്ങൾ നടത്തിയ യുവാവ് പിടിയിൽ. പള്ളിക്കൽ ബസാർ സ്വദേശി പ്രവീൺ ഒടയോളയാണ് സിറ്റി ക്രൈം സ്ക്വാഡിന്റെ പിടിയിലായത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് പ്രതിയെ കണ്ടെത്തിയത്. കഴിഞ്ഞ ആഴ്ചയാണ് മാവൂരിലെ തയ്യൽ കടയിലും പച്ചക്കറിക്കടയിലും മോഷണം നടത്തിയത്. കടയിൽ സൂക്ഷിച്ചിരുന്ന 50,000 രൂപ പ്രതി മോഷ്ടിച്ചിരുന്നു.